ബലമേറിയ ശരീരം അവളിലേക്ക് ഒന്നും കൂടി അമർന്നു. അവൾ തട്ടിമാറ്റാനാവതും ശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. അവൻ അവളിലേക്ക് വീണ്ടും അമർന്നു. അവൾ അവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് നോക്കിക്കിടന്നു. അവൻ്റെ കഴുത്തിൽ തൂങ്ങിക്കിടന്ന രുദ്രാക്ഷമാല അവളുടെ മൂക്കിൻ തുമ്പിൽ കൂടി ഇഴഞ്ഞുകൊണ്ടിരുന്നു. കട്ടത്താടി, മീശയും ആരെയും മയക്കുന്ന ദൃഢമായ ശരീരവും പുഞ്ചിരിയും. അവൻ തീർക്കുന്ന പ്രണയമെന്ന മായാജാലത്തിൽ അകപ്പെട്ട് കിടക്കുകയായിരുന്നു അവൾ. അവൾ അവനെ തന്നിലേക്ക് സ്വീകരിക്കാനെന്നോണം കണ്ണടച്ചു കിടന്നു. കുറേ നേരമായിട്ടും അനക്കമൊന്നുമില്ല എന്നെ അറിഞ്ഞ അവൾ കണ്ണു തുറന്നു നോക്കി. ആ സമയം തന്നെ അവൻ അവളുടെ കീഴ്ചുണ്ടും മേൽച്ചുണ്ടും മാറി മാറി കടിച്ചു നുണഞ്ഞു. അത് സ്നേഹത്തിൻ്റെ ചുംബനമായിരുന്നില്ല, മറിച്ചു വാശിയുടെ, തനിക്ക് സ്വന്തമായതിനെ ആർക്കും നൽകില്ല എന്നുള്ള വാശിയുടെ ചുംബനമായിരുന്നു. അവൾ അവനെ സർവശക്തിയും എടുത്ത് തള്ളി മാറ്റി. നീ ആരാണെന്ന് നിന്റെ വിചാരം? നിന്റെ തൊലിയുളപ്പ് കണ്ട് പുറകെ നടക്കുന്ന കുറേ പെൺപിള്ളേരെ നീ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ അദ്വിക ആ കൂട്ടത്തിലുള്ളതല്ല. ഒരു മീശയും താടിയും ഒരു ജിമ്മ് ബോഡിയും. താനൊന്ന് പോടോ. അവൻ അവളെ തട്ടിമാറ്റി റൂമിൽ നിന്ന് ഇറങ്ങാൻ പോയി. പക്ഷെ അപ്പോഴത്തേനും അവൻ അവളെ കൈകളിൽ പിടിച്ചു വലിച്ച് കട്ടിലിട്ടിരുന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു. അവൻ മുഖം താഴ്ത്തി അവളുടെ കഴുത്തിൽ ചുംബനം നൽകി. അവൾ ഉമ്മിനീറിറക്കാൻ പോലും മറന്ന് അങ്ങനെ കിടന്നു. നീ പറഞ്ഞത് ശരിയാ, ഒരുപാട് പെൺപിള്ളാർ പുറകെ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ രുദ്രൻ സ്നേഹിച്ച ഒരേ ഒരു പെണ്ണേ ഉള്ളൂ. അത് നീയാണ് അദ്വിക, രുദ്രാക്ഷിൻ്റെ മാത്രം അദ്വിക. നീ അണിഞ്ഞിരിക്കുന്ന ഈ താലിയുടെയും സീമന്തരേഖയിലെ സിന്ദൂരത്തിൻ്റെ അവകാശിയും ഈ രുദ്രൻ മാത്രമാണ്. അപ്പൊ പോട്ടെ മിസ്സിസ് അദ്വിക രുദ്രാക്ഷ്. അതും പറഞ്ഞ് അവൻ ആ മുറി വിട്ടിറങ്ങി. അവൾ കഴുത്തിലണിഞ്ഞിരിക്കുന്ന താലിയിൽ മുറുകെ പിടിച്ചു. ഒരു തുള്ളി കണ്ണുനീർ അതിലേക്ക് പതിച്ചു. അവളുടെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരിയുണ്ടായി. ആ വേദനയിലും അവൾ പുഞ്ചിരിച്ചു. ചതിയിലൂടെ നേടിയെടുത്തതാണ് നിന്നെ നിങ്ങൾ മിസ്റ്റർ രുദ്രാക്ഷ് മഹാദേവ്. താൻ ഈ അദ്വൈത കൃഷ്ണ ആരാണെന്ന് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അവൾ മനസ്സിൽ അതും വിചാരിച്ച് മുഖമമർത്തി തുടച്ച് ആ മുറി വിട്ട് ഇറങ്ങി. മോളെ, അവനെന്തിയേ? ഇന്ന് നിങ്ങളുടെ കല്യാണ രാത്രിയല്ലേ? എന്നിട്ട് മോൾ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ? പോയി ഫ്രഷായി വാ. ഒന്ന് ശ്വാസം വിട്ട് ചോദിക്ക് ദേവികെ. മോള് പോയി ഫ്രഷ് ആവട്ടോ. മോൾ കരഞ്ഞോ? ഇല്ലച്ചാ, ഞാൻ പോയി ഫ്രഷായി വരാം. പിന്നെ രുദ്രട്ടൻ വെളിയിലോട്ട് പോയി. ശരി മോളെ. നമ്മളിപ്പോൾ പരിചയപ്പെട്ടവരാണ് ദ ഗ്രേറ്റ് ബിസിനസ്മാൻ മഹാദേവൻ ഈശ്വരമഠം ആൻഡ് ഹിസ് വൈഫ് റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് ദേവിക മഹാദേവൻ. അവരുടെ ഒരേ ഒരു മകനാണ് റെയർ ഐറ്റമായ നമ്മുടെ നായകൻ രുദ്രാക്ഷ് മഹാദേവ്. ഇന്ന് നമ്മുടെ നായകൻ്റെയും നായികയുടെയും കല്യാണമായിരുന്നു. ആദ്യ കുളിക്കാനായിട്ട് പോയി. ഡ്രസ്സ് എടുക്കാനായിട്ട് മറന്നു പോയിരുന്നു അവൾ. അവൻ മുറിയിലുണ്ടാവില്ല എന്ന വിശ്വാസത്തിലാണ് അവൾ തിരികെ ഇറങ്ങിയതും തൊട്ടു മുൻപിൽ രുദ്രൻ ഒരു ബാത്ത് ടവലും ചുറ്റി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആദുവിനെ രുദ്രൻ കണ്ണിം വയ്ക്കാതെ നോക്കി നിന്നു. അവളുടെ ചെന്നിയിലൂടെ കടന്ന് താടിത്തുമ്പിൽ കൂടി ഒഴുകിയിറങ്ങുന്ന വെള്ളത്തോട് രുദ്രന് വല്ലാത്ത അസൂയ തോന്നി. ആ ഓരോ വെള്ളത്തുള്ളികളും അവനവൻ്റെ ചുണ്ടാൽ ഒപ്പിയെടുത്തു. അവൻ്റെ ചുണ്ടുകൾ നെറ്റിവഴി നാസിക തുമ്പുവഴി ഒഴുകി ഇറങ്ങി അവളുടെ അധരത്തിൽ ചെന്ന് നിന്നു. അവൻ അവളെ ചുംബിച്ചു തളർത്തി. അവളും അവനെ തിരികെ ചുംബിച്ചു. അവൻ്റെ തലമുടിയിൽ കൈകൾ കോർത്തു വലിച്ചു. അവൾ ഭിത്തിയിലേക്ക് ഒന്നും കൂടി ചേർന്ന് നിന്നു. അവൻ അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി. രുദ്രേട്ട. ആ വിളിയിൽ അവൻ്റെ സകല കടിഞ്ഞാണും നഷ്ടപ്പെട്ടിരുന്നു. അവൻ്റെ കൈ അവളുടെ ബാത്തവലിൻ്റെ കെട്ടിലേക്ക് എത്തി നിന്നു. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന യാദു അവനെ തള്ളി മാറ്റി. ഡ്രസ്സ് എടുത്ത് ഡ്രസ്സിംഗ് റൂമിൽ കയറി. അവൾ അവനെ രൂക്ഷമായി ഒന്ന് നോക്കി. അവളുടെ നോട്ടത്തിൽ അവൻ സ്വയം ഉരുകുന്നത് പോലെ തോന്നി. എന്നാൽ അത് കാണിക്കാതെ പതറാതെ അവൻ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു. നീ കൂടുതൽ കണ്ണുരുട്ടി ഉണ്ടക്കണി. നീ എൻ്റെയാ, ഈ രുദ്രൻ്റെ. കാത്തിരുന്നോ. അവൾ ഒരുങ്ങി താഴേക്കിറങ്ങി. അവൾ അമ്മയുടെ കൂടെ കൂടി ആഹാരം കൊണ്ടുവയ്ക്കാനായിട്ട് വന്നു. മോളിരുന്നോ? അത് വേണ്ടമ്മേ, ഞാൻ അമ്മയുടെ കൂടെ ഇരിക്കാം. രണ്ടുപേരും ഇരിക്കേ. അവൾ അച്ഛൻ്റെ അടുത്തുള്ള കസേരയിലേക്ക് ഇരിക്കാൻ പോയതും അമ്മ അവിടെ ഇരുന്നു. വേറെ ഒരു നിവർത്തിയില്ലാത്തതുകൊണ്ട് അവൾ രുദ്രൻ്റെ അടുക്കലിരുന്നു. അവൾ ആദ്യത്തെ ഉരുള വായിലേക്ക് വെച്ചതും അവൾ ഒന്ന് ഏങ്ങി. എന്തു പറ്റി മോളെ? അതൊന്നുമില്ലമ്മേ, നാക്കിലൊന്ന് കടിച്ചതാ. സൂക്ഷിച്ചു കഴിക്കണ്ടേ മോളെ? അദ്ദേഹം അവളെ സ്നേഹത്തോടെ ശാസിച്ചു. ആദ്വിക രുദ്രനെ കണ്ണുരുട്ടി കാണിച്ചു.
അവൻ ചിരി കടിച്ചു പിടിച്ചിരുന്നു. അവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു. അവർ എല്ലാം ഒന്ന് ആക്കി ചിരിച്ചുകൊണ്ട് ആഹാരം കഴിച്ചു. അതിനുശേഷം ദേവിക അവളെ സാരിയൊക്കെ ഉടുപ്പിച്ച് മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. മറ്റുള്ള പെൺകുട്ടികളെ പോലെ അവൾക്ക് വിറയലോ പേടിയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. കാരണം അവൾ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അവൾ രുദ്രനെ സ്നേഹിക്കില്ല എന്ന്. അവൾ മുറിയിലേക്ക് കയറി ചെന്നു. അവനൊരു സ്ലീവ്ലെസ് ബ്ലാക്ക് ബനിയനും ഇട്ട് ഷോർട്ട്സും ഇട്ട് ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു. അവൾ ആ മുറിയിലേക്ക് വന്ന് വാഷ് ബേസിനിലേക്ക് പാലൊഴിച്ചു കളഞ്ഞു. അവനത് പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് വലിയ ഞെട്ടലില്ലായിരുന്നു. അവൻ അവളുടെ അടുക്കലേക്ക് ചെന്നു. അവളെ കൈകളിൽ കോരിയെടുത്ത് ഡോർ ലോക്ക് ചെയ്തു. അവൾ ഒന്ന് പതറി. തൻ്റെ ഉദ്ദേശം ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ തന്നെ ഒരിക്കലും സ്നേഹിക്കില്ല. പിന്നെ നിനക്ക് നിന്റെ മറ്റവനെയാണോ ഇഷ്ടം? ആണ്. അതുവരെ സൗമ്യനായിരുന്ന അവൻ അവളുടെ അടുക്കൽ ഓടിച്ചെന്ന് അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. അവൾ വേദന കൊണ്ട് കരഞ്ഞു. ഇനി മേല നിന്റെ വായിൽ നിന്ന് ഈ മാതിരി വർത്താനം പറയരുത്. ആദ്വിക, നീ എൻ്റെയാണ്, ഈ രുദ്രൻ്റെ. നിന്റെ എല്ലാത്തിൻ്റെയും അവകാശി ഞാനാണ്. അത് നിന്റെ ദേഷ്യമായാലും വെറുപ്പായാലും ഈ ജന്മത്തിലും വരും ജന്മത്തിലും ആദിക രുദ്രാക്ഷ് മഹാദേവനായിരിക്കും. അതിലൊരു മാറ്റവുമില്ല. അവൻ ദേഷ്യത്തോടെ അവളുടെ അടുക്കലേക്ക് കാലുകൾ വെച്ചു. അവൾ അതിനനുസരിച്ച് പുറകിലേക്കും. അവസാനം അവൾ ഭിത്തിയിൽ തട്ടി നിന്നു. അവൻ്റെ ചുടുനിശ്വാസം അവളുടെ മുഖത്ത് തട്ടി. അവൻ അവളിലേക്ക് ഒന്നുകൂടി അമർന്നു. ആ AC-യുടെ തണുപ്പിലും അവൾ വിയർത്തു. അവളുടെ നിശ്വാസം ഉയർന്നു കേട്ടു. അവളിലെ മാറ്റങ്ങൾ മനസ്സിലായ രുദ്രന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചു. അവളുടെ 2 കൈയും അവൻ്റെ കൈകൾക്കുള്ളിലാക്കി ഭിത്തിയിലേക്ക് ചേർത്ത് വെച്ചു. അവളൊന്ന് അനങ്ങാൻ പോലും കഴിയാതെ അങ്ങനെ നിന്നു. അവളുടെ നിശ്വാസം ഒന്നുകൂടി ഉയർന്നു. എന്നെ നിനക്ക് ഇഷ്ടമല്ലോ, പിന്നെന്തിനാ ഞാൻ അടുത്ത് വരുമ്പോൾ നിന്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നത്? The only reason behind that is you love me, Adhika, and I love you madly, deeply and truly. No one can separate us. കാരണം ഫേറ്റ്, വിധി, അതിനേക്കാൾ ശരി ദൈവം വിധിച്ച വിധിയാണ് നമ്മൾ ഒരുമിക്കണമെന്നുള്ളത്. അവൻ അവളുടെ ചെവിയിൽ പതുക്കെ പറഞ്ഞു. അവൻ്റെ ചുടുനിശ്വാസം കാതിൽ പതിച്ചതും അവളൊന്ന് ഉയർന്നു പൊങ്ങി. അവൻ അവളുടെ ചെവിയിൽ അമർത്തി ചുംബിച്ചു. അവളൊന്നും തിരിച്ചു പറയാൻ കഴിയാതെ നിന്നു. ഐ റിയലി ലവ് യു അതു. നിന്നെ എനിക്ക് എത്ര ഇഷ്ടമാണെന്ന് എൻ്റെ ചങ്ക് കുത്തിപ്പൊളിച്ച് കാണിക്കാൻ എനിക്കറിയില്ല. നിനക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷെ നിൻ്റെ വായിൽ നിന്ന് മറ്റൊരാളുടെ പേര് കേൾക്കാനുള്ള ത്രാണി എനിക്കില്ല. നീ എൻ്റെയാണ്, എൻ്റേത് മാത്രം. അതൊരു പക്ഷേ മറ്റുള്ളവർക്ക് സ്വാർത്ഥതയായിരിക്കാം, പക്ഷേ എനിക്ക് എൻ്റെ ശരിയാണത്. ഇനി നിൻ്റെ വായിൽ നിന്ന് ഒരാളുടെ പേര് വീഴരുത് പ്ലീസ് മോളെ, ബിക്കോസ് യു ആർ മൈൻ. അത് നിൻ്റെ ദേഷ്യമായാലും വെറുപ്പായാലും ഐ ആം റെഡി ടു അക്സെപ്റ്റ് ഇറ്റ്. പക്ഷെ ആരെങ്കിലും നിന്നെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചാൽ നീ ഉൾപ്പെടെ കാണാൻ പോകുന്നത് രുദ്രൻ്റെ താണ്ഡവമായിരിക്കും. അതുവരെ സൗമ്യനായി സംസാരിച്ച രുദ്രൻ്റെ കണ്ണിൽ അവസാനമായപ്പോൾ പകയെരിഞ്ഞു. അവൻ്റെ കണ്ണുകൾ ചുമന്നു, പേശികൾ വലിഞ്ഞു മുറുകി. അവൾ അവൻ്റെ മാറ്റത്തിൽ ഒന്ന് പതറിയെങ്കിലും കണ്ണിൽ ദേഷ്യത്തോടെ നോക്കിയിരുന്നു. ഹാ, കൊള്ളാം മിസ്റ്റർ രുദ്രാക്ഷ് മഹാദേവ്, നിങ്ങളുടെ അഭിനയം, ലൈക്ക് ഇറ്റ്. സ്നേഹം പോലും. ഞാൻ സ്നേഹിച്ച എൻ്റെ കണ്ണേട്ടനെ എന്നിൽ നിന്ന് അകറ്റിയിട്ടാണോ നിങ്ങൾ ഈ പറഞ്ഞ സ്നേഹം എനിക്ക് തരുന്നത്? ഞാൻ 15 കൊല്ലമായി സ്നേഹിച്ച എൻ്റെ കണ്ണേട്ടനെ തല്ലി എന്നെ കെട്ടിയ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതാണോ നിങ്ങൾ പറഞ്ഞ സ്നേഹം? ഒരു ദിവ്യ പ്രേമം കൊണ്ടുവന്നേക്കുന്നു. നിങ്ങൾക്ക് പ്രണയത്തിൻ്റെ അർത്ഥം അറിയുമോ? പ്രണയം വിശുദ്ധമായ ഒന്നാണ്. നിസ്വാർത്ഥമായിട്ടാണ് പ്രണയിക്കേണ്ടത്, അല്ലാതെ സ്വന്തം സ്വാർത്ഥത മുന്നിൽ നിർത്തിയിട്ടല്ല. എൻ്റെ പ്രാണനെ എന്നിൽ നിന്ന് അകറ്റിയപ്പോൾ എനിക്ക് എന്തുമാത്രം നൊന്ത് കാണുമെന്ന് നിങ്ങൾ ഓർത്തോ? ഇല്ല, ഓർക്കില്ല. അതിന് കാരണം നിങ്ങളുടെ സ്വാർത്ഥതയാണ്. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ ഒഴുകിയിറങ്ങി. അവളുടെ ഓരോ വാക്കുകളും അവൻ്റെ മനസ്സിൽ കൂരമ്പ് പോലെ തറച്ചു കയറി. 10 കത്തി ഒരുമിച്ച് ചങ്കിൽ കുത്തി കയറ്റിയതുപോലെ അവന് തോന്നി. അവൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയത് കണ്ണുനീരാണെങ്കിലും അത് അവൻ്റെ മനസ്സിൽ മുറിവിൽ നിന്ന് കിനിഞ്ഞ രക്തത്തുള്ളികളായിരുന്നു. അവളുടെ കണ്ണേട്ടനെ കല്യാണത്തിൽ നിന്ന് രുദ്രൻ പിന്മാറ്റിയിട്ടാണ് അവൻ ആധുവിനെ കെട്ടുന്നത് എന്നാണ് അവളുടെ വിശ്വാസം. അവൾ പറയുന്നത് കേട്ടിട്ട് തിരികെ ഒന്നും പറയാതെ
കണ്ണുകൾ അവൾ കാണാതെ അമർത്തി തുടച്ചിട്ട് കബ്ബോർഡ് തുറന്ന് ഒരു ബിയർ ബോട്ടിലെടുത്ത് ബാൽക്കണിയിലേക്ക് പോകാൻ തുനിഞ്ഞു. പക്ഷേ അവളുടെ വാക്കുകൾ അവൻ്റെ കാലിനെ അവിടെ പിടിച്ചു നിർത്തി. നിങ്ങൾ കള്ളക്കണ്ണീര് കാണിച്ചതിനെ വീഴ്ത്താനൊന്നും ശ്രമിക്കേണ്ട മിസ്റ്റർ രുദ്രൻ. ഒരിക്കലും ഞാൻ നിങ്ങളെ സ്നേഹിക്കില്ല. ഞാൻ എൻ്റെ കണ്ണേട്ടൻ്റെ മാത്രമായിരിക്കും. അത് കേട്ടതും അവൻ്റെ കണ്ണിൽ രുദ്രഭാവം തെളിഞ്ഞു. അവൻ അവളുടെ അടുക്കിലേക്ക് പാഞ്ഞു നിന്ന് മുടിയിൽ കുത്തിപ്പിടിച്ച് വന്യമായി അവളുടെ ചുണ്ടുകൾ നുകർന്നു. അവളുടെ ചുണ്ടുകൾ പൊട്ടി ചോര വന്നു. അവൾ എരിവ് വലിച്ചു. അവൻ ആ ബിയർ ബോട്ടിൽ പൊട്ടിച്ചു കുടിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചതേ അല്ല. എന്നെക്കൂടെ നീ ചെയ്യിപ്പിച്ചതാണ്. നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നീ എൻ്റെയാണ്, ഈ രുദ്രൻ്റെ. ഇനി ഒന്നുകൂടി പറയിപ്പിക്കരുത്. ഇനി എന്തൊക്കെ പറഞ്ഞാലും നീ എന്നിൽ നിന്ന് ഒരു മടങ്ങിപ്പോക്ക് വിചാരിക്കേണ്ട. മരണത്തിലൂടെ മാത്രമേ നമ്മളിനി പിരിയൂ. അവൻ്റെ വാക്കിൽ വല്ലാത്തൊരു ദൃഢതയുണ്ടായിരുന്നു. ആ രാത്രിയിൽ കലുഷിതമായ മനസ്സുകൊണ്ട് അവർ ഉറങ്ങി. അവൾ നിലത്തും അവൻ ചന്ദ്രനെ നോക്കി ബീൻ ബാഗിലും ഇരുന്നു. പിറ്റേ ദിവസം ആധുവിന് കണ്ണിന് വല്ലാത്ത ഭാരം തോന്നി. അവൾ പതിയെ കണ്ണ് ചിമ്മി തുറന്നു. നിലത്താണ് താൻ കിടക്കുന്നത് എന്ന് അവൾക്ക് കണ്ണ് തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അവൾക്ക് അവളോട് തന്നെ പുച്ഛം തോന്നി. കാരണം ഏതൊരു പെണ്ണും ഓർക്കാൻ ഏറെ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് കല്യാണം. പക്ഷേ അവൾക്കത് ഏറ്റവും വെറുക്കുന്ന ദിവസമാണ്. അവൾ സ്വയം ഒന്ന് നോക്കി. പാറിപ്പറന്ന് കിടക്കുന്ന തലമുടി, കല്യാണ വേഷം. അവളുടെ ചുണ്ടിൽ പരിഹാസം നിറഞ്ഞു. തൻ്റെ വിധിയാണ് ഇതെന്ന് അവൾ സ്വയം ചിന്തിച്ചു. അവൾ പതിയെ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുൻപിലേക്ക് പോയി നിന്നു. അവളുടെ വീങ്ങിയ ചുണ്ടുകൾ കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. അവളുടെ കണ്ണുകൾ അറിയാതെ പോലും രുദ്രനെ തിരഞ്ഞില്ല. പക്ഷേ രുദ്രൻ അവളുടെ ചിന്തകളൊന്നും അറിയാതെ സുഖമായി ഉറങ്ങുകയായിരുന്നു. അവൾ ഫ്രഷായി താഴേക്കിറങ്ങി. ദേവികാമ്മ അവളെ സ്നേഹത്തോടെ തലമുടിയിൽ തഴുകി. മോളെ, സുഖമായി ഉറങ്ങിയോ? ആ അമ്മേ, ഉറങ്ങി. അപ്പോഴാണ് ദേവിക ആധുവിൻ്റെ ചുണ്ട് ശ്രദ്ധിച്ചത്. അവരുടെ ചുണ്ടിൽ നിറഞ്ഞൊരു പുഞ്ചിരി ഉണ്ടായി. അമ്മയ്ക്ക് സന്തോഷമായി മക്കളെ. നിങ്ങൾ എല്ലാ അർത്ഥത്തിലും പുതിയൊരു ജീവിതം തുടങ്ങിയല്ലോ. അമ്മയ്ക്ക് പേടിയായിരുന്നു മോൾ അവനെ അഡ്ജസ്റ്റ് ചെയ്യുമോയെന്ന്. ഭയങ്കര കലിപ്പനവൻ. ഇനി മോള് വേണം അവൻ്റെ ശൗര്യമൊക്കെ കുറയ്ക്കാൻ. മോക്കത് പറ്റും. ഇനി എന്നെ ദൈവം വിളിച്ചാലും എനിക്ക് സങ്കടമില്ല. എൻ്റെ മോന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയല്ലോ. ഈ അമ്മയുടെ മോനായിട്ട് ആ ദുഷ്ടൻ എങ്ങനെ ജനിച്ചു? ഇതേപോലെ ഒരു അമ്മയെ കിട്ടാൻ അയാൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഇപ്പോൾ ഈ അമ്മ സന്തോഷിച്ചത് എന്നെ പ്രതിയാണ്. ഒരിക്കലും ആ സന്തോഷം ഞാനായിട്ട് കെടുത്താൻ പാടില്ല. എൻ്റെ വീട്ടുകാരുടെയും എനിക്ക് ജീവിക്കണം. അങ്ങനെ പാഠം പഠിപ്പിക്കാൻ എനിക്കറിയാം. എന്നെ കിട്ടിയതോർത്ത് അയാൾ സങ്കടപ്പെടണം. അതാണ് എനിക്ക് വേണ്ടത്. യു വാണ്ട് ടു ബോൾഡ് ആധു. അവൾ സ്വയം മോട്ടിവേറ്റ് ചെയ്തു. അവൾ നിറഞ്ഞു വന്ന കണ്ണുനീർ തുടച്ചു കളഞ്ഞു. എന്തു പറ്റി മോളെ കരയുന്നത്? ഒന്നുമില്ലമ്മേ, കണ്ണിൽ കരട് പോയെന്ന് തോന്നുന്നു. പിന്നെ എങ്ങനെ, എൻ്റെ മോൻ റൊമാൻറ്റിക് ആണോ? അവർ കണ്ണിറുക്കിക്കൊണ്ട് ചോദിച്ചു. പോ അമ്മേ അവിടുന്ന്. അവൾ നന്നായി അഭിനയിച്ചു കാണിച്ചു. ചമ്മണ്ട, അവന് ചായ കൊണ്ടുപോയി കൊടുക്ക. എന്നിട്ട് അവനെ വിളിച്ച് അമ്പലത്തിൽ പോയിട്ടുവാ മോളെ. ശരിയമ്മേ. അവൾ ഒരു കപ്പ് ചായ കുടിച്ചു. ഒരു കപ്പ് ചായ പകർത്തി മാറ്റി. അപ്പോഴാണ് ദേവൻ അടുക്കളയിലേക്ക് വന്നത്. ഗുഡ് മോർണിംഗ് മോളെ, വീട്ടിൽ വിളിച്ചായിരുന്നോ? ഗുഡ് മോർണിംഗ് അച്ഛാ. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇന്നലെ ഒന്ന് വിളിച്ചിരുന്നു. ഇനി ഞാൻ വിളിക്കാൻ പോവാ. അച്ഛൻ ചായ കുടിച്ചോ? ഇല്ല മോളെ, കുടിക്കാൻ വന്നതാ. ആദു രുദ്രൻ്റെ അടുത്ത് വെച്ച കപ്പ് ദേവൻ്റെ നേരെ നീട്ടി. ഇതാ അച്ഛാ. വേണ്ട മോളെ, ആ കപ്പ് രുദ്രന് കൊണ്ട് കൊടുക്ക. ഞാൻ ദേവേട്ടന് ചായ കൊടുത്തോളാം. ശരിയമ്മേ. അവൾ ആ ചായക്കപ്പുമായിട്ട് മുറിയിലേക്ക് പോയി. ദേവൻ ദേവികയെ പുറകിൽ കൂടി കെട്ടിപ്പിടിച്ചു. അവരുടെ ചെവിയിൽ ആർദ്രമായി വിളിച്ചു, ദേവുട്ടി. ദേവികയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവരത് മറച്ചുകൊണ്ട് ദേവേട്ടനോട് കള്ളദേഷ്യം കാണിച്ചു. എന്തോ മനുഷ്യ നിങ്ങൾക്ക്, അങ്ങോട്ട് മാറി നിൽക്ക്. ഒന്ന് റൊമാൻറ്റിക് ആവാമെന്ന് വെച്ചാൽ അത് സമ്മതിക്കില്ല. അയ്യടാ, റൊമാൻസിക്കാൻ പറ്റിയൊരു പ്രായം. മോനെ കെട്ടിച്ച് അവൻ്റെ മക്കളെയും കാണാനുള്ള പ്രായമായി. അപ്പോഴാണ് നിങ്ങളുടെ ഈ റൊമാൻസ്. അവർ പതുക്കെ ദേവൻ്റെ കയ്യിലൊന്ന് കൊട്ടി. പ്രണയത്തിന് അങ്ങനെ പ്രായമൊന്നുമില്ലടി. ജീവൻ്റെ അവസാന കണിക വരെ സ്വന്തം പാതിയെ നിസ്വാർത്ഥമായി പ്രണയിക്കണം. അതാണ് വേണ്ടത്. ഞാൻ ഇപ്പോഴും നിന്റെ പുറകെ പ്രേമം പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആ 17 വയസ്സുകാരൻ തന്നെയാണ്. ഐ എം ഓൺലി സ്വീറ്റ് 17 ദേവുട്ടി. ഐ ലവ് യു. ഐ ലവ് യു ടു ദേവേട്ട. അവർ തിരിഞ്ഞു നിന്ന് ദേവേട്ടൻ്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. അദ്ദേഹം അവരെ ചേർത്ത് പിടിച്ചു.
ആദു പതിയെ നടന്ന് സ്റ്റെപ്പിൻ്റെ അടുത്തേക്ക് പോയി. ഈ കാലിനെ ഞാൻ എങ്ങനെ അമ്പലത്തിൽ വിളിച്ചുകൊണ്ട് പോവും? ദേവി നീയേ തുണ. അവൾ പല്ല് കടിച്ചുകൊണ്ട് ആ മുറി തുറന്നു. അവനെ അവിടെയെല്ലാം നോക്കി, കണ്ടില്ല. അവസാനം ബാൽക്കണി ഡോർ തുറന്നിട്ടേക്കുന്നത് കണ്ടു. അവൾ അവിടേക്ക് ചെന്നു. അവിടുത്തെ കാഴ്ച കണ്ട് അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു. തറയിൽ പൊട്ടിച്ചിട്ടേക്കുന്ന മദ്യക്കുപ്പി കണ്ടപ്പോൾ അവൾ ദേഷ്യം കൊണ്ട് അലറി. എടാ കാരാ! അത് ഒന്നൊന്നര അലർച്ചയായിരുന്നു. അവന് ഉറക്കം പോയ മുഷിച്ചിലിൽ അവളെ നോക്കി പേടിപ്പിച്ചു. എന്തു പടി കോപ്പേ രാവിലെ കിടന്ന് അലർന്നത്? മനുഷ്യൻ്റെ ഉറക്കം കളയാൻ. നിങ്ങളുടെ ഒരു ഉറക്കം! രാത്രി മൊത്തം കുടിച്ച് കുപ്പിയും പൊട്ടിച്ചിട്ടേക്കുന്നു. നിങ്ങളെ ഞാൻ താരാട്ടുപാടി ഉറക്കാം. ഒരു രുദ്രം വന്നേക്കുന്നു. എടിയടി കൂടുതൽ തിലക്കല്ലേ. ഞാൻ പൈസ കൊടുത്ത് മേടിച്ച് എൻ്റെ കുപ്പി ഞാൻ കുടിക്കും. ചിലപ്പോൾ പൊട്ടിച്ചെന്നും ഇരിക്കും. അതും എൻ്റെ ബാൽക്കണിയിൽ. ഞാൻ കുടിച്ച് ചത്തെന്നും ഇരിക്കും. നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഹാ ഹാ ഹാ. എന്ത് തൻ്റെയോ? അതൊക്കെ ഇന്നലെ മുതൽ എല്ലാം കൂടി എൻ്റെയാണ്. കാരണം ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് നിയമവശാൽ. അതുകൊണ്ട് കൂടുതൽ കളിക്കണ്ട മിസ്റ്റർ രുദ്രാക്ഷ്. അവൾ ഒരു പുച്ഛത്തോടെ ചുണ്ടുകൊട്ടി പറഞ്ഞു. ഹാ ഹാ, വാട്ട് എ ജോക്ക്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിനക്കറിയാം നീ എൻ്റെ ഭാര്യയാണെന്ന്. നീ പറഞ്ഞ പോലെ നിയമവശങ്ങൾ അതുപോലെ എൻ്റെ മനസ്സിലും. എന്നിട്ട് നീ തന്നെയല്ലേ പറഞ്ഞത് നീ കണ്ണൻ്റെയാണെന്ന്? ഒരേ സമയം രണ്ടു വഞ്ചിയിലും കാലു വെക്കുന്നവരെ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഇനി നീ കണ്ണൻ്റെയാണെന്ന് പറയുമ്പോൾ നീ രുദ്രൻ്റെ താലി കഴുത്തിൽ അണിയുന്നവളും കൂടാതെ ഞാൻ ചാർത്തിയ സിന്ദൂരം സീമന്തരേഖയിൽ അണിയുന്നവളുമാണ് എന്ന് കൂടി ഓർക്കുന്നത് നല്ലതാണ് കേട്ടോ മിസ്സസ് രുദ്രൻ. എന്നിലെ ജീവന്റെ അവസാന കണിക വരെയും അങ്ങനെ തന്നെയായിരിക്കും. ഈ രുദ്രാക്ഷിന്റെ ശരീരത്തിൽ ഒരു തരിയെങ്കിലും ജീവനുണ്ടെങ്കിൽ ഒരു കണനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. അവൻ നിറഞ്ഞു വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് അവളെ പുച്ഛത്തോടെ ചുണ്ടുകൊട്ടി ബീൻ ബാഗിൽ ഇരുന്ന് ആകാശത്തിലേക്ക് ദൃഷ്ടിയൂന്നി. അവൾക്ക് ഒന്നും പറയാൻ സാധിക്കാതെ വന്നു. അവളുടെ മുഖത്ത് നിറഞ്ഞ വെറുപ്പായിരുന്നു. താൻ പോടോ കാല. കുറെ മാസ് ഡയലോഗ് അടിച്ചെന്ന് വെച്ച് താൻ ചെയ്ത് തെറ്റല്ലാതാവുന്നില്ല. ഒരു പുണ്യാളം വന്നേക്കുന്നു. താൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും മിസ്റ്റർ രുദ്രാക്ഷ് മഹാദേവ് എൻ്റെ ഉള്ളിൽ ഒരു പൊക്ക റാസ്കലായ കാലനായിരിക്കും. അവൻ അത് കേട്ടിട്ട് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. അവൻ ആ ബീൻ ബാഗിൽ നിന്നും ചാടി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് കുതിച്ചു. നിന്നെയുണ്ടല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അവൻ അവളുടെ അടുക്കലേക്ക് പാഞ്ഞു. പെട്ടെന്ന് അവൻ്റെ നിലവിളി അവിടെ മുഴങ്ങി കേട്ടു. അവൻ്റെ കാൽപാദത്തിൽ തലേന്ന് പൊട്ടിച്ചിട്ടിരുന്ന കുപ്പിച്ചില്ല് കൊണ്ടു കയറി. അവൻ തെന്നി ആധുവിൻ്റെ മേലേക്ക് വീണു. അവൻ അവളുടെ ഇടുപ്പിൽ ഒരു കൈ ചുറ്റിപ്പിടിച്ച് മറുകൈ അവളുടെ തലയുടെ പുറകിൽ പിടിച്ച് തറയിലിരിക്കാതെ ഇരിക്കാനായി. അവരുടെ കണ്ണുകൾ പരസ്പരം കോർത്തു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളുമായി ഉരസി കൂട്ടിമുട്ടി.